ഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാക്തീയകാരം ജ്ഞാനസ്മദ്ഗുരുൻ സന്തതമാനതോസ്മി. നമസ്ത്രീയന്തകാന്താരവിഹാരൈകപടീയസേ വാദിമത്രേവ സംഭത്രേ വ്യാസകേസരിണേ സദേ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായ തസ്മൈ ശ്രീനീലകണ്ഠതീർത്ഥപാദായ യോഗിനേ ശ്രുതിമസ്ത കൈലാസഗിരിശൃംഗവിഹാരിണേ ശ്രീവിദ്യാധിരാജപാദാബ്ജ സേവാലാലസമാനസം ശ്രീതീർത്ഥപാദ പരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീവിദ്യാനന്ദതീർത്ഥപാദ പരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീമച്യുതസ്വരൂപതീർത്ഥപാദ പരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീഗുരോർത്തീർത്ഥപാദസ്യ ശ്രീഗുരുൻ ഭാവയാമസ്താൻ ത്രിയന്താംബുജഭാസ്കരാൻ. നാരായണസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം പ്രണത്വഗാദീ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം അവതാര സംഗ്രഹം. അതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. ഭഗവാന്റെ ഗുണാവതാരങ്ങൾ സത്വം രജസ് തമസ് തുടങ്ങിയ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവിഷ്ണുഭീശ്വരന്മാരായി സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് 2-ാം അധ്യായത്തില് 23-ാമത്തെ ശ്ലോകത്തിൽ പറയുകയുണ്ടായി. ബ്രഹ്മാവായിട്ടും കൊണ്ട് സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവായും തമോ ഗുണത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് സംഹാരം ചെയ്യുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യമായ മറ്റവതാരങ്ങൾ, അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങി വരിക എന്നുള്ള കാര്യമാണ് ഭഗവാൻ അവതാരത്തിലൂടെ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പ്രാണൻ, ആ പ്രാണസ്പന്ദനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ജീവഭാവത്തിൽ ആദ്യം അവതരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യമായ അവതാര കഥകളെ വളരെ സംഗ്രഹിച്ചൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് നമുക്കറിയാം. ഈ കഥ നടക്കുന്നത് ശ്രേയസ്സിന് എന്ത് കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടുന്നത്. കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മനുഷ്യൻ അല്പായുസ്സുകളും മന്ദബുദ്ധികളും ഉത്സാഹം കുറഞ്ഞവരുമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കലിയുഗ മനുഷ്യർക്ക് പരമമായ ശ്രേയസ്സിന് ഏത് മാർഗമാണ് എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീടാണ് ഭഗവാന്റെ ദിവ്യമായ അവതാരങ്ങളെ പറ്റി ചെയ്തിട്ടുണ്ടോ, അങ്ങനെ വല്ലതും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലീലകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ
ഇനി അതോ കർമ്മമൊന്നും ചെയ്യാതിരിക്കുകയാണോ ഭഗവാൻ ചെയ്തത്? ഇനി ഈ അവതാരങ്ങളൊക്കെ തന്നെയും എങ്ങനെയുള്ളതാണ്? അതിനെയൊക്കെ ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം ധർമ്മം ആരെ ആശ്രയിച്ചാണ് ഇവിടെ നിലനിൽക്കുന്നത്? ഇങ്ങനെ ഒരു 5-6 ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ശൗനകാദി ഋഷീശ്വരന്മാര് രംഗപ്രവേശം ചെയ്യുന്നത്. അതിന്റെ ഉത്തരമെന്നാണല്ലോ ഭാഗവത കഥ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊരു പാരമഹംസ സംഹിതയാണ്. നിഗമകൽപ്പ ആ വേദമാകുന്ന കൽപ്പതരുവിൽ നിന്ന് നിർഗളിച്ച പരമമായ ജ്ഞാനമാണ് ഭാഗവതം. അതിന്റെ എസൻസാണ് കഥകളിലൂടെ നമുക്ക് ആചാര്യൻ പറഞ്ഞു തരുന്നത്. ശുഖബ്രഹ്മ മഹർഷി പരീക്ഷിത് ശുഭസംവാദ രൂപത്തിലാണല്ലോ ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ദിവ്യമായ അവതാര കഥകളെ പറയാൻ സത്വരജസ്തമോ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഭഗവാന്റെ വിരാട് സ്വരൂപമാണ്. പുരുഷ സൂക്തത്തില് നമ്മൾ കേട്ടിട്ടുണ്ട്, സഹസ്ര ശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദ് സഭൂമി തുടങ്ങിയ ആ മന്ത്രം. അങ്ങനെയുള്ള ആ വിരാട് പുരുഷനെ ഭഗവാൻ വിരാട് പുരുഷനായിട്ട് അവതരിച്ചു എന്ന് പ്രഥമസ്കന്ധം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം പറയുന്നു. ശ്ലോകം നോക്കാം നമുക്ക്. അതിന്റെ ഉള്ളിൽ ഉള്ള അനന്തമായ വൈഭവത്തെ പുറത്തേക്ക് പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള ഒരു പദ്ധതി. അതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. അപ്പൊ തന്റെ ഉള്ളിലുള്ള ആ ഗുണങ്ങളെയൊക്കെ ഭഗവാൻ പുറത്തേക്ക് പ്രകടമാക്കാൻ പോവുകയാണ്. ആ മഹത്തത്വം ജീവഭാവം, അതിലാണ് ഞാൻ ഇന്ധവനാണ് എന്നുള്ള ആ അഹങ്കാരതത്വം ഉദിക്കുന്നത്. പിന്നെ അതിൽ നിന്നും പഞ്ചതന്മാത്രകൾ, മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ അതിനോട് കൂടെ ചേർന്നുകൊണ്ട് 5 ഭൂതങ്ങളും ബ്രഹ്മാ വിശ്വസൃജാം പതി. അങ്ങനെ വിരാട് പുരുഷ രൂപത്തെ സ്വീകരിച്ച ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വരൂപത്തെ നല്ലവണ്ണം ദർശിച്ചു കഴിഞ്ഞാൽ നാഭിഹൃതാംബുജാദാസീത്, ഭഗവാന്റെ ആ നാഭിയിൽ നിന്നും ഒരു നാഭിയാകുന്ന ബ്രഹ്മാവ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയും സൃഷ്ടി നടത്തുന്നത്. ഇനി ആ ഭഗവാന്റെ ആ രൂപത്തെ ഒന്നുകൂടി 4-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. പശ്യന്ത്യതോ രൂപം അതപ്രചക്ഷുഷ സഹസ്രപാദോരു ഭുജാനനാദ്ഭുതം. സഹസ്രം എന്നതുപോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ആ വിരാട് പുരുഷൻ. അപ്പൊ എന്ത് കണ്ടാലും ആ ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ ഒരു പാടുമില്ല. ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ ദർശിച്ചാൽ മതി. ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊരു വസ്തു ഇല്ല എന്നുള്ളത് അടിവരയിട്ട് വേദവ്യാസ മഹർഷി ശ്ലോകത്തിലൂടെ നമ്മളോട് ഭഗവാന്റെ വിരാട് സ്വരൂപ വർണ്ണനയിലൂടെ പറയുകയാണ്. അങ്ങനെ ആ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ നിന്നുമാണ് ദേവന്മാരും ഋഷികളും അവൻ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? ആ വിരാട് പുരുഷൻ തന്നെ. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ഉച്ചരം ബ്രഹ്മാ ബ്രഹ്മചര്യമഖണ്ഡിതം. ഇനി ഇത് തൊട്ട് ഒരു 6 അവതാരങ്ങൾ ഭഗവാന്റെ ദിവ്യമായ ജ്ഞാനപ്രധാനമായിരിക്കുന്ന അവതാരങ്ങളാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. അവൻ തന്നെ, ആ വിരാട് പുരുഷൻ തന്നെ ആരായിട്ട് ഭഗവാൻ അവതരിച്ചു? സനകാദി ഋഷീശ്വരന്മാരായി ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ ആദ്യത്തെ അവതാരം
ഗുണാവതാരങ്ങളും വിരാട് പുരുഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് ഭാഗവതം പറയുന്നത് സനൽകുമാര മഹർഷിമാരാണ്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യത്തെ ആചരിക്കുവാൻ ദുഷ്കരമായിട്ടുള്ള ബ്രഹ്മചര്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രഹ്മചാരി എന്ന് പറയും. പറഞ്ഞാൽ ബ്രഹ്മചാരിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞാൻ സന് വ്രജനവും ഭഗവാനിൽ തന്നെ ഇങ്ങനെ വ്രജനം ചെയ്യുന്നവൻ ആണ് സനകൻ. സനന്ദനൻ സദാ ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന ആൾ. സനാതനൻ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സനൽകുമാരൻ എന്ന് പറഞ്ഞാൽ എന്നും കുമാരമായിരിക്കുന്ന അവസ്ഥയെ, കൗമാരത്തെ പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. നിത്യവും ഈശ്വരനിൽ തന്നെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. പണ്ടേ ഉള്ള ആളാണ്. എപ്പോഴും ആനന്ദത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിത്യ കൗമാരമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ച. അപ്പൊ ഇതിലൂടെ ഈ അവതാരത്തിലൂടെ ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടുന്നത് ജ്ഞാനപ്രധാനമായിരിക്കുന്ന അവതാരമാണ്. അതിൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ളവയിൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നമ്മൾ അവശ്യം അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെ പ്രതിദാനം, ജ്ഞാനസമ്പാദനമാണ് ബ്രഹ്മചര്യാശ്രമത്തിൽ. ഈ 6 അവതാരങ്ങൾ അതിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പറയുന്നു, ദ്വിതീയം തു ഭവായാസ്യ രസാതലഗദാമഹീം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകര്യം ബഭുഃ. ദ്വിതീയം തു രണ്ടാമതായിട്ട് ഉദ്ധാരണം നടക്കുന്നത് രസാതലത്തിലേക്ക് പോയ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു വിഷയത്തെ പറ്റിയും അറിവ് നേടുമ്പോഴാണ്, ജ്ഞാനം ലഭിക്കുമ്പോഴാണ് താഴ്ന്ന തലത്തിൽ നിന്ന് നമ്മൾ ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നത്. അപ്പം ഭഗവാന്റെ വരാഹാവതാരം എന്ന് പറയുന്നത് അതും ജ്ഞാനപ്രധാനമായിട്ടുള്ള ഒരു ഉദ്ധാരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായി? കൂടെ വരാൻ പറ്റുന്നുണ്ടോ? അപ്പം അഹം എന്നൊക്കെ പറഞ്ഞാൽ, വരാന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, അഹം എന്ന് പറഞ്ഞാൽ ദിനം എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം, അതിന് പദം പിരിച്ച അർത്ഥം വേണമെങ്കിൽ പറയാം. നമുക്കൊരു ദിവസം നന്നായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് ഏതൊരു വിഷയം അപ്പൊ നന്നായി എന്ന് തോന്നണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെ പറ്റി നമുക്ക് ശരിയായ അവബോധം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ആദ്യം ബ്രഹ്മചാരി ആയിട്ട് സനകസനന്ദന സനൽകുമാര സനാഋഷീശ്വരന്മാരായിട്ട് അവതരിച്ചു. അതും അറിവ് തന്നെയാണ്. ആ അറിവിനോടുള്ള ഉദ്ധാരണമാണ് രണ്ടാമത് ഭഗവാൻ ചെയ്തത്. മൂന്നാമത്തെ നോക്കൂ, തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വമുപേത്യ സ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വം ഉപേത്യ സ. മൂന്നാമതായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് സാത്വതം തന്ത്രം എന്ന് പറഞ്ഞാൽ നാരദ പഞ്ചരാത്രം. ശ്രീനാരദ മഹർഷി ആരുടെ ഉപജ്ഞാതാവാണ്? ഭക്തിയുടെ ഉപജ്ഞാതാവാണ്, അല്ലേ? സാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് നമ്മളെ പഠിപ്പിച്ചത് ശ്രീനാരദ മഹർഷിയാണ്. അങ്ങനെയുള്ള ജ്ഞാനത്തിലൂടെ ഉദ്ധാരണം നടത്തി അതിലൂടെ, അതാണ് ഭഗവാന്റെ മൂന്നാമത്തെ. അപ്പം ആദ്യം അറിവിനനുസരിച്ചുള്ള ഉദ്ധാരണം, അതോടുകൂടി ആ കർമ്മത്തില് പരിപൂർണമായി മനസ്സർപ്പിക്കുന്നു, നിഷ്കാമമായിരിക്കുന്ന ഭക്തി. എത്ര ഗംഭീരമായിട്ടാണ് ഭാഗവതം നമ്മുടെ മുന്നിൽ ഈ കാര്യം പറഞ്ഞു തരുന്നു, ആലോചിച്ച് നോക്കൂ. ഇനി തുര്യേ എന്ന് പറഞ്ഞാൽ നാലാമതായിട്ട്, തുര്യേ ധർമ്മകലാസർഗേ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോപേതം അകരോ ദുശ്ചരം തപാ. തുര്യേ എന്ന് പറഞ്ഞാൽ നാലാമതായിട്ട് ധർമ്മകലാസർഗേ, വളരെ ക്ലിഷ്ടമായിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള തപസ്സിനെ അദ്ദേഹം പ്രകാശിപ്പിച്ചു എന്നാണ്. അപ്പോൾ മനസ്സിന്റെ ഉപശമനത്തിന് വേണ്ടി, മനസ്സ് പരിപൂർണമായും ഉപശമിക്കുന്നതിന് വേണ്ടി നാം അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മം കൂടെയാണ് തപസ് എന്ന് പറയും. മനസ്സച്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം തപഃ. അപ്പൊ ആദ്യം അറിവിനനുസരിച്ചുള്ള ഉദ്ധാരണം, നിഷ്കാമമായ ഭക്തി, അതോട് ഭഗവാൻ ഒരു സിദ്ധേശനായിട്ട് അവതരിച്ചു എന്നാണ്.
കാലവിപ്ലുതം, കാലത്താൽ നശിച്ച് പോയ ഏതാണ് പ്രകൃതി പുരുഷ വിവേചനം എന്ന് പറയും. നമുക്ക് ഈ തപസ്സിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്നത് ഈ ഒരു പ്രകൃതി പുരുഷ വിവേചനമാണ്. അതാണ് ഭഗവാൻ കപിലനായിട്ട് തന്റെ അമ്മയായിരിക്കുന്ന ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. തൃതീയ സ്കന്ധത്തില് നമ്മൾ കാണും. ഇതിര മൈത്രേയ സംവാദരും അവിടെയാണ് കപില ഭഗവാന്റെ തത്വമൊക്കെ പറയുന്നത്. അപ്പൊ സാഖ്യം എന്ന് പറയുന്ന ശാസ്ത്രത്തെ നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? കപിലനാണ്. ആസുരി എന്ന് പറയുന്ന ബ്രാഹ്മണനുമാണ്. പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകർഷേണ കൃതം എന്നൊക്കെ നമുക്ക് അതിന്റെ വാക്കിനർത്ഥം പറയാം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ പഞ്ചീകൃതമായിരിക്കുന്നത് പ്രപഞ്ചം എന്ന് പറയും. അപ്പം ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി അഞ്ചാമത് കഴിഞ്ഞാൽ പിന്നെ ആറാമത് ഏതാണ്? ഷഷ്ടം അത്രേരപത്യത്വം മൃത പ്രാപ്തോ അനസൂയയാ അനീക്ഷികീമളർക്കായ പ്രഹ്ലാദാദിഭ്യൗജവാൻ ഉജിവാൻ. ഒഴിഞ്ഞവൾ നാം. അപ്പം അറിവിനനുസരിച്ചുള്ള ഉദ്ധാരണം, അതിലൂടെ പ്രേമപൂർവമായ ഭക്തി, അതിലൂടെ തപസ്, അതിൽ കൂടെ പ്രകൃതി പുരുഷ വിവേചനം, പ്രകൃതി പുരുഷ വിവേചനത്തിലൂടെ ഗുണങ്ങളെ അധിവർത്തിച്ചിരിക്കുന്ന അവസ്ഥ. ആ ഗുണങ്ങളെ അധിവർത്തിച്ച അവസ്ഥയുടെ പ്രതീകമായിട്ടാണ് ദത്താത്രേയൻ. ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. പ്രകൃതി പുരുഷ വിവേചനം ഹേതുവായി ത്രിഗുണങ്ങളെയും അധിവർത്തിച്ചിരിക്കുന്ന ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നു ദത്താത്രേയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ജ്ഞാനപ്രധാനമായിരിക്കുന്ന ഭഗവാന്റെ അവതാരങ്ങളാണ്. നീ ഗൃഹസ്ഥാശ്രമം കർമ്മപ്രധാനമായിരിക്കുന്ന ഏഴാമത്തെ തതസപ്തമാവൂത്യാം രുചേത്യജ്ഞോഭ്യജായത സ യാമാദ്യൈഹി സുരഗണൈർ അവാത് സായംഭുവാന്തരം. ഏഴാമതായിട്ട് രുചി എന്ന പ്രജാപതിയുടെ ഭാര്യയായ ആവൂതിയിൽ ഭഗവാൻ യജ്ഞേശനായി അവതരിച്ചു. യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കർമ്മമാണ്. എല്ലാം കർമ്മപ്രധാനമായിരിക്കുന്ന അവതാരങ്ങളാണ്. ജ്ഞാനപ്രധാനമായ ശ്രമ നമസ്കൃതം. എട്ടാമത്തേതായിട്ട് മേരുദേവിയുടെയും നാഭിയുടെയും പുത്രനായി ഭഗവാൻ ആരായിട്ട് അവതരിച്ചു? ഋഷഭദേവനായിട്ട് അവതരിച്ചു. സർവാശ്രമ നമസ്കൃതം. എല്ലാ ആശ്രമങ്ങളാലും, ബ്രഹ്മയജ്ഞം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയ എല്ലാ ആശ്രമങ്ങളാലും നമസ്കരിക്കപ്പെടാൻ യോഗ്യമായിരിക്കുന്ന ശ്രേഷ്ഠമായ ഭാവത്തെ ഭഗവാൻ പ്രകാശിപ്പിച്ചു. മക്കളെല്ലാം വിളിച്ച് അദ്ദേഹം കൊടുക്കുന്ന ഉപദേശമൊക്കെ ഭാഗവത്തിലെ ഗംഭീരമായ ശ്ലോകമാണ്. നായം ദേഹോ ദേഹഭാജാന്തർലോകേ കഷ്ടാൻ ഭോഗാൻ അർഹതേ വിഭുജാമ്യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. തപസ് ചെയ്യൂ. തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. എന്താണ് തപോദിവ്യം? ദിവ്യമായ തപസ് എന്ന് പറയുന്നത് സകലതും ഈശ്വരനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക. അതിനെയാണ് ദിവ്യമായ തപസ് എന്ന് പറയുന്നത്. ഇനിയും ഗംഭീരമായൊരു ഉപദേശം. ഗുരു ന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സസ്യാത് ദൈവം ന തസ്യാന്നപതിശ്ച സസ്യാത്. അങ്ങനെ നശിക്കുന്ന ഒരു ശരീരം കൊണ്ട് നടക്കുന്ന മനുഷ്യനെ ജ്ഞാനം കൊണ്ട് നീ അമരനാണ് എന്ന്, കുഞ്ഞെ നീ മരിക്കുന്ന ആളല്ല, ശൃണ്വന്ത വിശ്വേ അമൃതസ്യ പുത്രാഹ എന്നാണ് നമ്മളെ ശിഷ്യന്മാർ സംബോധന ചെയ്തത്. നീ ഒരിക്കലും മരിക്കില്ല കുഞ്ഞെ എന്നുള്ള പരമമായ ജ്ഞാനം കൊടുത്തുകൊണ്ട് നമ്മളെ തലയ്ക്ക് വീഴാൻ നിൽക്കുന്ന ഈ മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കാത്ത ഗുരുവല്ല എന്നാണ് ഋഷഭദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള സ്വജനം സ്വജനമല്ല, അങ്ങനെയുള്ള പിതാവല്ല, മാതാവല്ല, ഇഷ്ട ദൈവം പോലും ദൈവമല്ല, എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. ഇങ്ങനൊരു ഉപദേശം നമുക്ക് ഭാഗവത്തിൽ വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. അപ്പൊ സർവാശ്രമ നമസ്കൃതം, എല്ലാ ആശ്രമങ്ങളാലും നമസ്കരിക്കുവാൻ യോഗ്യമായ ആ പരമമായ ധേമാമോഷധീർ വിപ്രാ തേനായം സകുശക്തമാ. ആ വേനന്റെ
ദുർഭരണം സഹിക്കാൻ വയ്യാതെ ശിഷ്യന്മാരൊക്കെ കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമായിട്ട് ഭഗവാൻ ആരായിട്ട് അവതരിച്ചു? പ്രാർത്ഥനയിൽ നിന്നുമുള്ള അവതാരമാണ് പൃഥു എന്ന് പറയുന്നത്. അദ്ദേഹവും സാധ്യതകളെയാണ് ആദ്യമായി കലപ്പ ഭൂമിയിൽ ഇറക്കിയ ആളാണ്. ആ കർമ്മത്തിന്റെ വിവിധങ്ങളായ സാധ്യതകളെ നമുക്ക് പറഞ്ഞു പകർന്നു തന്ന അവതാരമാണ് പൃഥുവിന്റെ അവതാരം. രൂപം സ ജഗൃഹേമാസ്യൻ ചാക്ഷുഷോദതി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാം അപാ വൈവസ്വതം മനു. ഭഗവാന്റെ മത്സ്യാവതാരം എല്ലാ ഋഷീശ്വരന്മാരെയൊക്കെ ഈ പ്രളയം ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പ്രകടിപ്പിച്ചതിന്റെ ഫലമായിട്ട് വൈവസ്വതൻ മനു സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവ് അനന്തമായ സാധ്യതകളെ തന്റെ പ്രക്രിയയിലൂടെ നമുക്ക് പകർന്നു തരുന്നു എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി 11ാമത്തെ അവതാരം സുരാസുരാണാമുദധി മന്ത്രനാം മന്ദരാചലം ദധ്രേ കമലരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. ഭഗവാന്റെ ഗംഭീരമായ ഏത് ആമയായിട്ടുള്ള അവതാരം. എന്താണ് ആമ ചെയ്തത്? ഒരു ഉദ്ധാരണമാണ്, കർമ്മമാണ്. സകലതും തന്റെ തോളിൽ, തന്റെ പൃഷ്ഠത്തിൽ, അദ്ദേഹത്തിന്റെ ആ മുതുകിൽ എല്ലാം താങ്ങി നിർത്തി. ഗൃഹസ്ഥാശ്രമിക്കുള്ള ഉപദേശമാണ്. സകല ഉത്തരവാദിത്തങ്ങളും നമ്മൾ സ്വയം വഹിക്കാൻ നമ്മളെ പ്രാപ്തമാക്കി മാറ്റുന്ന ഒരു വലിയ മെസ്സേജാണ് ഭഗവാന്റെ ആ ഉദ്ധാരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഏറ്റുകൊണ്ട് എല്ലാവർക്കും താങ്ങായി നിൽക്കാൻ സാധിക്കാൻ നമ്മളെ പ്രാപ്തമാക്കി മാറ്റും. ഭഗവാന്റെ ഈ അവതാരത്തിന്റെ തത്വത്തെ നമ്മൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇനി പറയുന്നു അടുത്തത് 12ാമതായിട്ട് ധാന്വന്തരം ദ്വാദശം ത്രയോദശമേവ ച അപായസുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാ. 12ാമതായിട്ട് ഭഗവാൻ ധന്വന്തരിയായിട്ട് അവതരിച്ചു. അതും അമൃതമഥന സമയത്താണ് ഭഗവാൻ മോഹിനിയായിട്ട് ഭഗവാൻ അവതരിച്ചു. ഇനി കിട്ടിയ ജ്ഞാനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അർഹതയില്ലാത്തവരുടെ കയ്യിൽ പോകാതെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുത്തു. അതാണ് മോഹിനി അവതാരം. അസുരന്മാർ അടിച്ചുകൊണ്ട് പോയപ്പോ അതിനെ ഭഗവാൻ എന്ത് ചെയ്തു? തന്ത്രപൂർവം നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് സമ്പാദിക്കുന്ന പലതും അതിനെ നമ്മൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് നമുക്ക് പലതരത്തിലുള്ള പതനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കണം ഒരു സത്യാന്വേഷി എന്നുള്ള ഒരു ഉപദേശമാണ് ഭഗവാന്റെ മോഹിനിയുടെ അവതാരത്തിലൂടെ നമുക്ക് തരുന്നത്. ഇനി പറയുന്നു ചതുർദശകം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യേരകാം കടകൃത്യതാ. വലിച്ചു കീറി അങ്ങോട്ട് ഭഗവാൻ നരസിംഹമൂർത്തിയായി വന്ന് എപ്രകാരമാണ് നിവർത്തിക്കും ഈ വിഷയങ്ങളിലൊക്കെ മനസ്സ് സ്വയം ഭഗവാനിലേക്ക് തിരിയണം എന്ന് നമുക്ക് തരുന്നൊരു വലിയ മെസ്സേജാണ്. തന്നെ അതിൽ നിന്ന് ഉപശമിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ബലമായിട്ട് നമ്മളെ ജീവനെ നിവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗംഭീരമായ ഉപദേശമാണ് നരസിംഹാവതാരത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ നരസിംഹാവതാരം 14ാമത്തെ അവതാരം തൊട്ട് വരുന്നതൊക്കെ തന്നെ ബലാത്കാരമായി സമ്പാദിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ആ തപോബലം ഒക്കെ തന്നെയും എല്ലാറ്റിന്റെ ഇടയിൽ പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, ഇതിന്റെ ഓരോന്നിന്റെ ഇടയില് ഭഗവാൻ ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോയി. പകലിന്റെ രാത്രിയുടെ ഇടയിൽ സന്ധ്യ എന്ന് പറയുന്ന സമയമുണ്ട്. ആയുധങ്ങൾ കൊണ്ട് വധിക്കപ്പെടരുതെന്ന് പറഞ്ഞപ്പം നഖം അത് കണ്ടില്ല. മനുഷ്യനും മൃഗവും കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ രണ്ടിനും ഇടയിലൊരാളുണ്ടെന്നുള്ള കാര്യം അങ്ങൊരു മറന്നുപോയി. അപ്പൊ എവിടെയും എപ്പോഴും ഭഗവാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആ ഭഗവാനെ വിളിക്കാൻ സാധ്യത കാണിച്ചു തരുന്നത് ഇനി 15 പഞ്ചദശം വാമനകം കൃത്വാകാതധ്വരം ബലേ
പദത്രയം വ്യാജമാന പ്രത്യാദി ത്രിവിഷ്ടപം. 15ാമത്തെ ഭഗവാന്റെ അവതാരം വാമനാവതാരം ഒറ്റ അടികൊണ്ട് എല്ലാം അളഞ്ഞെടുത്തു. 2ാമത്തെ അടികൊണ്ട് എല്ലാറ്റിനെയും അതിവർത്തിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അനന്തമായ ലോകങ്ങളിലുള്ള മഹാഋഷീശ്വരന്മാർക്കൊക്കെ തന്നെയും ആ ഭഗവാന്റെ പാദപത്മത്തെ ഒന്ന് അഭിഷേകം ചെയ്യുന്നതിനും ആ പാദത്തെ ഒന്ന് വണങ്ങുന്നതിനും വേണ്ടിയിട്ടാണ് അനന്തമായ ലോകങ്ങളിലേക്ക് ഭഗവാന്റെ പാദം ഉയർന്നത്. അവരൊക്കെ തന്നെ ഭഗവാന്റെ പാദം അഭിഷേകം ചെയ്തു. അങ്ങനെയാണ് ഭഗവാന്റെ പാദതീർത്ഥമാണ് പിന്നീട് ഗംഗയായി പ്രവഹിച്ചത്.